രജിസ്ട്രേഷൻ കഴിഞ്ഞോ? അതെ, രജിസ്ട്രേഷനൊക്കെ നടന്നു. പക്ഷെ വേറൊരു സ്ഥലം കൂടി അരവിന്ദ് മോനെ എഴുതി കൊടുത്തു. എന്നിട്ട്? പക്ഷെ അത് അവളുടെ പേരിലും കൂടിയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നേ. ആ, അമ്മായി ടെൻഷൻ ആവണ്ട. ചാരുവിന് പോകുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ളതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് സമയം തന്നാ മതി. അതൊക്കെ നടക്കുമല്ലോ അല്ലേ? നടത്തിയിരിക്കും ഈ ബാബുക്കുട്ടൻ. ബാബുക്കുട്ടനല്ലേ ഈ പറയുന്നേ, വിശ്വസിക്കാമായി. ഓക്കെ, ശരി മോനെ. ശരി. ഈ വെളിയനാട് ആയിരപ്പുറ വീട്ടിൽ ആകാശ് ബാലൻ എന്ന് പറയുന്ന PWDയിൽ ജോലിയുള്ള വെളിയനാട് ഇവിടെ അടുത്താ. ആയിരപ്പുറ അറിയില്ല കേട്ടോ. ആരെ കാണാനാ? ഒരാകാശ് ബാലൻ ആയിരപ്പുറ വീട്ടില് PWDയിലെ ജോലി. പുള്ളിയുടെ അച്ഛനൊരു മാഷ. നിക്കണ ബാലമാഷ. അതാണ് മാഷ്. വലിയ ഉപകാരം കേട്ടോ. ആരാ ചേച്ചി? ആരാ? മാഷിനെ കാണാൻ വന്നതാണോ? ബാലമാഷല്ലേ? അതെ. എവിടുന്നാ? ഞാൻ എറണാകുളത്തുനിന്നാ. ആകാശും എന്റെ മോള് ശ്രേയയും ഒരുമിച്ച് പഠിച്ചതാ സെന്റ് ജോസഫ് കോച്ചിങ് സെന്ററിൽ. ആണോ? വളരെ സന്തോഷം. അവനിപ്പോ ഓഫീസിലാ ഉള്ളത്. വീട്ടിലേക്ക് വരുന്നോ? അവനോട് ഞാൻ വരാൻ പറയും ഇപ്പൊ തന്നെ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാ. അപ്പോ ആകാശിനൊന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ഓഫീസിൽ പോയി കണ്ടോളാം. വഴിയൊന്ന് പറഞ്ഞു തന്നാ മതി. ജങ്കാർ അക്കരെ എത്തിയാൽ ഒരു 10 മിനിറ്റ്, ഓട്ടോയിൽ 10 മിനിറ്റ് പോകാനുള്ള ദൂരേ ഉള്ളൂ. എന്തായാലും ഞാൻ ആകാശിനൊന്ന് വിളിക്കട്ടെ. ശരി. അളിയ, ഇതൊന്ന് ഒപ്പിട്ട അളിയ. നമ്മളെ വേണ്ടപ്പെട്ട ആളാ. അളിയ അളിയ ഒരൊപ്പിടളിയ. ഇതൊന്ന് വാങ്ങി ഒപ്പിടളിയ. ഇത് സെക്ഷൻ ലഭിച്ച ഒരൊപ്പിടളിയ. ഒരൊപ്പിട്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മോനെ, നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റോ? ആരാച്ചാ? നിന്റെ ക്ലാസ്മേറ്റ്. ആരാന്നാ പറഞ്ഞ? ശ്രേയ. ശ്രേയയുടെ അമ്മയെന്നാ പറഞ്ഞത്. ഇപ്പൊ ശരിയാക്കാം. അച്ഛനെന്താ പറഞ്ഞേ? ശ്രേയയുടെ അമ്മയോ? അവര് വീട്ടിലോട്ട് വന്നോ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോ ഇവിടെ ജങ്കാറിൽ വെച്ച് കാണുമായിരുന്നു. വീട്ടിലോട്ട് വരുന്നില്ല എന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ പരിചയക്കാരുടെ ആരുടെങ്കിലും ഓട്ടോയിൽ കയറ്റി വിടാം. ഓക്കെ മോനെ, ശരി. കുഞ്ഞളിയോ? അവിടെ ഇറങ്ങിയ ഓട്ടോ കിട്ടും. അതെ, പുഷ്കരൻ പാർട്ടി സെക്രട്ടറിയുടെ ഡ്രൈവറായിരുന്നു. ഒരൊപ്പിട്ടാ നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുള്ള കേസാ. പോയോ? വാ. പോരെ പോരെ. നിക്ക്. PWD നിന്റെ കോള് വന്നില്ലല്ലോ ഓർത്തിരിക്കായിരുന്നു. ഇപ്പോ നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലേന്ന്? എന്താടാ, നിനക്ക് വട്ടായോ? വട്ടായത് എനിക്കല്ല, നിനക്കാ. നീ എന്താടാ ഈ പറയുന്നേ? നീ എന്തിനാ മമ്മി ഇങ്ങോട്ട് പറഞ്ഞയച്ചേ? മമ്മിയെ ഞാൻ പറഞ്ഞയച്ചെന്നോ? മമ്മി എന്നെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അച്ഛനെ കണ്ടു. അച്ഛനാ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത്. എടാ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഐസല്ല മമ്മിയെ. നീ കള്ളം പറയില്ലേ ശ്രേയ? ഞാൻ പറയുന്നത് സത്യവാ. ഞാൻ മമ്മി ഒന്ന് വിളിക്കട്ടെ. ശ്രേയ, എത്രയായി? 50. എന്താ മോളെ?
മമ്മി എവിടെ ഉള്ളത്? ഞാൻ മമ്മി എന്തിനിപ്പോ ആകാശിനെ കാണാൻ പോയത്? മമ്മി ആകാശിന്റെ അച്ഛനെ കണ്ടല്ലേ? ആ കണ്ടു. മമ്മി, നമ്മളെ പറ്റി ആകാശ് വീട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞതല്ലേ മമ്മിയോട് ചേട്ടനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ സംസാരിച്ചോളാന്ന്. ആകാശ് എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. മമ്മി ഞാൻ അങ്ങോട്ട് അയച്ചതാന്ന് പറഞ്ഞ്. കല്യാണ കാര്യമൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ അവസ്ഥ ഒരിക്കലും നിനക്കുണ്ടാവരുത്. അതുകൊണ്ട് ആകാശ് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ആകാശിനെ കണ്ടിട്ട് വിളിക്കാം. മം- മമ്മി എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? മോനെ, അത് പിന്നെ എനിക്കൊന്ന് മോനെ കാണണമെന്ന് പെട്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവളോട് പോലും പറയാതെ പെട്ടെന്ന് വന്നത്. മമ്മി, എന്റെയും ശ്രേയുടെയും കാര്യം വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്ത പോലെ മമ്മി ഒന്നും പറയാതെ വന്നത് ശരിയായില്ല. ഇപ്പം ഞാൻ വന്നത് മോനോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനാണ്. ഇതാരാ ഇപ്പോ? വാ മമ്മി, നമുക്ക് പുറത്തോടെങ്കിലും പോയി സംസാരിക്കാം. ഇവിടെ ഇതിലൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാലും ആരായിരിക്കും? കുഞ്ഞളിയന്റെ പുറയിൽ ഇങ്ങനെ ഒരാള്. ഈ പെണ്ണും പിള്ളേ കൊണ്ട് ഇവനിതങ്ങോട്ടാ? ഈ പഞ്ചായത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ലല്ലോ. ഇനി വല്ല സൈറ്റും കാണിക്കാൻ കൊണ്ടുപോയതായിരിക്കുമോ? നമ്മക്കൊരു ഒപ്പിട്ട് തരാനാ പാട്. ഇനിയിപ്പോ കലാപവും പ്രതിഷേധമൊക്കെ വേണ്ടി വരും. ഒന്നും വേണ്ട, ഇത് ഞാൻ ശരിയായിക്കോളാം. തന്റെ ശുപാർശ ഒന്നും വേണ്ട. ഒരളിയനാണ് പോലും മുഖത്ത് പോലെ നോക്കാത്ത ആളാണോ അളിയൻ? എന്തോന്നാ ഇത്? അല്ല പിന്നെ ഇനി വല്ല അവിഹിതമായിരിക്കോ? ഏയ്, എന്തായാലും അങ്ങനെ ആവാൻ വഴിയില്ല. എന്തായാലും ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. അരവിന്ദന്റെ കല്യാണം എന്നാ? 19-ാം തീയതിയല്ലേ? അതെ. മമ്മിക്ക് എന്തോ വിഷമമുണ്ടല്ലോ. എന്താ? എന്നോട് പറ. മോനെ, ഞാൻ കുറച്ചു നാളായിട്ട് ട്രീറ്റ്മെന്റിലാ. ട്രീറ്റ്മെന്റിലോ? അതെ, ചെറിയൊരു വയറുവേദനയിൽ തുടങ്ങിയതാ. ഞാൻ ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല. ഇപ്പോ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. കോളൻ ക്യാൻസറാണ്. ഇത് മറ്റു ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ശ്രേയനോടൊന്നും പറഞ്ഞില്ലല്ലോ? അതുകൂടി പറയാനാ ഞാനിപ്പോ വന്നത്. ശ്രേയമോളിപ്പോ ഒന്നും അറിയണ്ട. എനിക്കവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. മമ്മി, എവിടെയാ ഹോസ്പിറ്റൽ? ഏത് ഡോക്ടറെ കാണുന്നത്? എറണാകുളത്ത് തന്നെയാ, ഡോക്ടർ നരേന്ദ്രൻ.